പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തിക്കൊണ്ട് സംഘർഷം കനക്കുകയാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ കിഷം ദ്വീപിന് നേരെ അമേരിക്ക മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇതിനെ തിരിച്ചടി എന്നോണം കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. അതിനിടയിലും ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ തുടരുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുമുണ്ട്. ഹോർമുസ് കരടുകിൽ ഒരു ഇറാൻ എണ്ണ ടാങ്കറിന് നേരെ US സെൻട്രൽ കമാൻഡ് മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് ഈ പുതിയ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂം തകർന്നു. അതിനു പിന്നാലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതോടെയാണ് ഹോർമുസിനോട് ചേർന്ന് കിടക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാന മേഖലയായ കിഷം ദ്വീപിന് നേരെ US സെൻട്രൽ കമാൻഡ് വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ദ്വീപിലെ വാർത്താവിനിമയ ടവറുകളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളും തകർത്തതായും അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. കിഷം ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ശക്തമായ പ്രത്യാക്രമണം നടത്തി. ബഹ്റൈനിലെ മനാമയിലുള്ള അമേരിക്കയുടെ 5ാം കപ്പൽ പടയുടെ കേന്ദ്രത്തിന് നേരെയും കുവൈറ്റിലെ അമേരിക്കൻ സൈനികരുടെ താമസ കേന്ദ്രങ്ങൾക്കും വ്യോമ താവളങ്ങൾക്കും നേരെയുമാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് കുവൈത്തിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ തങ്ങളുടെ രാജ്യത്തേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും ഫലപ്രദമായി പ്രതിരോധിച്ചതായി കുവൈറ്റും ബഹ്റിനും വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെയും ബഹ്റിനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഏറ്റെടുക്കുകയും ചെയ്തു. കിഷം ദ്വീപിലെ തങ്ങളുടെ മിലിറ്ററി ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ തകർത്ത അമേരിക്കൻ ഭീകര സേനയുടെ അഹങ്കാരത്തിനുള്ള മറുപടി ആണിതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പറയുന്നു. ഈ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിലാകെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കുവൈത്തിലെ അമേരിക്കൻ താവളങ്ങളായ ക്യാമ്പ് ആരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് എന്നിവയ്ക്ക് നേരെയാണ് പ്രധാനമായും ഇറാന്റെ ആക്രമണം ഉണ്ടായത്. കുവൈറ്റ് ലക്ഷ്യമാക്കി വന്ന 2 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് തന്നെ തകർക്കുകയും ചെയ്തു. ബഹ്റൈന് നേരെ വന്ന 3 മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് അമേരിക്ക തകർത്തത്. കൂടാതെ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ ഡ്രോണുകളും അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു. മിസൈലുകൾ തകർത്തതിനെ തുടർന്ന് ബഹ്റൈന്റെ പല ഭാഗങ്ങളിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകളെ തുടർന്ന് സ്വന്തം പൗരന്മാർക്ക് ഇറാനിലേക്കും ഇറാഖിലേക്കും ബഹ്റൈൻ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും തുടരുന്ന സുരക്ഷാ പിരിമുറുക്കങ്ങളും കണക്കിലെടുത്താണ് ഈ അടിയന്തര നടപടിയെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. അതേസമയം യുദ്ധത്തിന്റെ ആരംഭത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ വിലാപയാത്രവും സംസ്കാരവും വിപുലമായി നടത്താനാണ് ഇറാന്റെ തീരുമാനം. നേരത്തെ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റിവെച്ച ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തുടനീളം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളിൽ 2 കോടിയോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനും അമേരിക്കയ്ക്കെതിരായ വികാരം ശക്തമാക്കാനുമാണ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം.